നമസ്തേ ബച്ചോ, ഏവർക്കും വേദാസിന്റെ ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിന്റെ ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങാനായിട്ട് പോവുകയാണ്. ചാപ്റ്ററിന്റെ പേര് പുൽ ബനീഥി മാം എന്നാണ്. എഴുതിയ ആളുടെ പേര് നരേന്ദ്ര പുണ്ടരീക് എന്നാണ്. അതിന്റെ പ്രോക്തി എന്ന് പറയുന്നത് കവിതയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പാഠത്തിലേക്ക് സ്വാഗതം. നമസ്തേ ബച്ചോ, ഏവർക്കും ഹിന്ദി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പാഠങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആകെ മൊത്തം നമുക്ക് 5 യൂണിറ്റുകളാണുള്ളത്. അതിൽ ഇക്കായി ഏക്ക് പരിശോധിക്കുകയാണെങ്കിൽ 4 പാഠങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ആദ്യത്തെ പാഠം പുൽ ബനീഥി മാം എന്ന പേരിലുള്ള ഒരു കവിതയാണ്. എഴുതിയ ആളുടെ പേര് നരേന്ദ്ര പുണ്ടരീക് എന്നാണ്. പുൽ ബനീഥി മാം എന്ന് പറയുന്ന കവിത ചർച്ച ചെയ്യുന്നത് അമ്മയെ പറ്റിയും അമ്മയുടെ മഹത്വത്തെ പറ്റിയും അമ്മ ആ ഒരു കുടുംബത്തിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെയാണ് നമുക്ക് ആ കവിതയിലൂടെ പഠിക്കാനായിട്ട് കഴിയുന്നത്. 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് പുൽ ബനീഥി മാം എന്നാണ്. അതിൻ്റെ പ്രോക്തി എന്ന് പറയുന്നത് കവിതയാണ്. അതിൻ്റെ രചയിത എന്ന് പറയുന്നത് നരേന്ദ്ര പുണ്ടരീക് ആണ്. എന്താണ് പുൽ ബനീഥി മാം എന്ന നമ്മുടെ കവിതയുടെ പേരിൻ്റെ അർത്ഥം? മാം എന്ന് പറഞ്ഞാൽ ഏവർക്കും അറിയാം, അമ്മ. പുൽ ബനീഥി മാം, അമ്മ ഒരു പാലമുണ്ടാക്കിയിരുന്നു എന്നാണ് നമ്മുടെ കവിതയുടെ പേരിൻ്റെ അർത്ഥം. ഇനി നമുക്ക് എഴുതിയ ആളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാം. നരേന്ദ്ര പുണ്ടരീക് എന്നാണ് എഴുതിയ ആളുടെ പേര്. അദ്ദേഹത്തെ പറ്റി നോക്കാം. 15 जनवरी 1958 को उत्तर प्रदेश के बांदा में जन्म. समकालीन हिंदी कविता के महत्वपूर्ण कवियों से एक. आलोचना एवं संपादन के क्षेत्र में सक्रिय. प्रमुख कविता संकलन नंगे पाँव का रास्ता, सातों आकाशों की लाडली, इन्हें देखने दो इतनी सी दुनिया, इस पृथ्वी की വിരാട്ധാമേ. അപ്പോൾ നോക്കുക, നരേന്ദ്ര പുണ്ടരീക് എന്ന വ്യക്തിയെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. 15 जनवरी 1958 को उत्तर प्रदेश के बांदा में जन्म. 1958 ജനുവരി മാസം 15-ാം തീയതി ഉത്തർപ്രദേശിലെ ബാന്ധയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സമകാലീന ഹിന്ദി കവിതയ്ക്ക് മഹത്വപൂർണ്ണ കവിയോമേം സെ ഏക്. നമ്മുടെ ആധുനിക കാലത്തെ ഹിന്ദി കവിതകളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള കവികളിൽ, വളരെ പേരുകേട്ട പ്രശസ്തി ആർജിച്ച കവികളിൽ ഒരാളാണ് നരേന്ദ്ര പുണ്ടരീക് എന്ന് പറയുന്നത്. ആലോചനായും സമ്പാദനീയ ക്ഷേത്രമേയും സക്രിയ. അതുപോലെ തന്നെ ക്രിറ്റിസിസത്തിൻ്റെ മേഖലയിലും അതുപോലെ എഡിറ്റിങ്ങിൻ്റെ മേഖലയിലും അദ്ദേഹം വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതാ സങ്കലൻ, കവിതാ സമാഹാരങ്ങളുടെ പേരുകളാണ് പറയുന്നത്. നംഗേ പാവ് കാ രാസ്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കവിതാ സമാഹാരമാണ്. അതുപോലെ തന്നെ സാത്വം ആകാശോങ്കി ലാഡ്ലി, ഇനേ ദേഖ്നെ ദോ ഇത്നി സി ദുനിയ, ഇസ് പൃഥ്വിക്ക് വിരാട്ധാമയും. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കവിതാ സമാഹാരങ്ങൾ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് പുൽ ബനീഥി മാം എന്നാണ്. അത് എഴുതിയ ആളുടെ പേരാണ് നരേന്ദ്ര പുണ്ടരീക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. 15 जनवरी 1958 को उत्तर प्रदेश के बांदा में जन्म. 1958 ജനുവരി മാസം 15-ാം തീയതി ഉത്തർപ്രദേശിലെ ബാന്ധ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. സമകാലീന ഹിന്ദി കവിതയ്ക്ക് മഹത്വപൂർണ്ണ കവിയോമേം സേ ഏക്. നമ്മുടെ ഇന്നത്തെ കാലത്തെ ഹിന്ദി കവികളിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരാളാണ് ആരെന്ന് പറയുന്നത് നരേന്ദ്ര പുണ്ടരീക് എന്ന് പറയുന്നത്. ആലോചനായും സമ്പാദനീയ ക്ഷേത്രമേ സക്രിയ. ക്രിറ്റിസിസത്തിൻ്റെ മേഖലയിലും അതുപോലെ തന്നെ എഡിറ്റിങ്ങിൻ്റെ മേഖലയിലും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, എപ്പോഴും ഊർജ്ജസ്വലനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്ര പുണ്ടരീക് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് നംഗേ പാവ് കാ രാസ്ത, അതുപോലെ തന്നെ സാത്വം ആകാശോങ്കി ലാഡ്ലി, അതുപോലെ ഇനേ ദേഖ്നെ ദോ ഇത്നി സി ദുനിയ, അതുപോലെ ഇസ് പൃഥ്വിക്ക് വിരാട്ധാമേ. അപ്പോൾ ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. നോക്കുക. हम फाइयों के बीच पुल बनी थी माम, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഹം ഫായിയോം കെ ബീച്ച്, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പുൽ ബനീഥി മാം, അമ്മ എന്തുണ്ടാക്കിയിരിക്കുന്നു? ഒരു പാലം ഉണ്ടാക്കിയിരിക്കുന്നു. ജിസ്മേം ആയേ ദിൻ, ആ പാലം വന്ന നാൾ മുതൽ ദൗത്തി രത്തി ഥി ബേധടക്, ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ബേധടക്, ഒരു തടസ്സവും കൂടാതെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ബിനാ കിസി ഹരിലാൽ ബത്തി കെ,
അതുപോലെ തന്നെ എന്തിൻ്റെയൊന്നും ആവശ്യമില്ലാതെ ഹരിലാൽ ബത്തിക്ക് ചുവപ്പും പച്ചയും ലൈറ്റൊന്നുമില്ലാതെ ഹം ലോഗോങ്കി ചുക് ചുക് ചക് ചക് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അമ്മയുണ്ടാക്കിയ ആ പാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. മനസ്സിലാകോ? അപ്പോൾ ആദ്യം പറഞ്ഞത് വരികളുടെ അർത്ഥമാണ്. വരികളുടെ അർത്ഥം ശ്രദ്ധിച്ച് ഒന്നുകൂടി മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അവിടുത്തെ ഭാവാർത്ഥം ചർച്ച ചെയ്യാം. അപ്പോൾ നോക്കുക, എന്താണ് പറഞ്ഞത്? ഹം ഫായിയോങ്കെ ബീച്ച്, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പുൽ ബനി ഥി മാം, അമ്മ എന്തുണ്ടാക്കി? ഒരു പാലം ഉണ്ടാക്കി. അപ്പോൾ എവിടെയാണ് അമ്മ പാലം ഉണ്ടാക്കിയത്? രണ്ട് സഹോദരന്മാർക്കിടയിൽ, അല്ലെങ്കിൽ ആ അമ്മയുടെ മക്കൾക്കിടയിലാണ് അമ്മ ഒരു പാലം നിർമ്മിച്ചത്. ജിസ്മേം ആയേ ദിൻ, ആ പാലം വന്ന നാൾ മുതൽ ദൗത്തി രഹ്തി ഥി ബേദടക്, എന്ത് ചെയ്യുകയാണ്? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ബേധടക്, ഒരു തടസ്സവും കൂടാതെ. ബിനാ കിസി ഹരിലാൽ ബത്തിക്ക്, അതുപോലെ തന്നെ ഏതു കൂടാതെ? ഹരിലാൽ ബത്തിക്ക്, ചുവപ്പും പച്ചയും വെളിച്ചമൊന്നും കൂടാതെ. ഹം ലോഗോങ്കി ചുക് ചുക് ചക് ചക്, നമ്മൾ ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ മക്കൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണ്? സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഭാവാർത്ഥം എന്ന് പറയുന്നത്, രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ ഈ അമ്മയുടെ രണ്ട് മക്കൾ, അവർ തമ്മിൽ എങ്ങനെയാണ്? വളരെ സൗഹൃദമൊന്നുമല്ല. അപ്പോൾ അവർക്കിടയിൽ അമ്മ ആരായി മാറുകയാണ്? ഒരു പാലമായി മാറുകയാണ്. രണ്ട് മക്കളെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, രണ്ടു പേർക്കിടയിലും സ്നേഹം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മക്കൾക്കിടയിൽ അമ്മ ആരായി മാറി? ഒരു പാലമായി മാറി. അപ്പോൾ അമ്മ എന്ന് പറയുന്ന ആ പാലം, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന ആ ഒരു സഹായ എന്താണ്, ആ ഒരു രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു സഹായ ഹസ്തം, അത് നിലവിൽ വന്നത് മുതൽ എന്ത് ചെയ്യുകയാണ്? അവർക്കിടയിലെ ബന്ധം ഊഷ്മളമാവുകയാണ്, അല്ലെങ്കിൽ അവർക്കിടയിലെ ബന്ധം വർദ്ധിക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ എന്താണ്? ബിനാ കിസി ഹരിലാൽ ബത്തിക്ക്, ഈ ബന്ധത്തെ കവി എന്താണ്? ട്രെയിനിൻ്റെ ഓട്ടത്തോടാണ് ഉപമിക്കുന്നത്. അതായത് ഒരു ട്രാക്കിലൂടെ ട്രെയിൻ പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്? പച്ചയും ചുവപ്പും ലൈറ്റൊക്കെ മിന്നി കത്താറുണ്ട്. അവിടെ എന്താണ്? ആ ട്രെയിനിനെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ആ ഓട്ടം നിർത്തുന്നതിന് വേണ്ടിയിട്ട് ചുവപ്പ് ലൈറ്റ് തെളിയിക്കാറുണ്ട്. അപ്പോൾ അതുപോലെയൊന്നുമുള്ള ലൈറ്റോ അല്ലെങ്കിൽ ഇവരെ തടസ്സപ്പെടുത്താനുള്ള മറ്റ് തടസ്സങ്ങളോ ഒന്നും ഈ ബന്ധങ്ങൾക്കിടയിലില്ല. കാരണം ഇവിടെ ഈ രണ്ട് മക്കൾക്കിടയിൽ ഉള്ളത് ആരെന്ന പാലമാണ്? അമ്മ എന്ന പാലമാണ്. മനസ്സിലാകോ? അപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇതിലെ ഓരോ വാക്കുകളും, ബുദ്ധിമുട്ടുള്ള ഓരോ വാക്കുകളും എഴുതി അതിൻ്റെ അർത്ഥങ്ങൾ പറയുന്നതിൽ നിന്നും എഴുതിയെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് അല്ലാതെ തരും. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക. പഠിപ്പിക്കുന്ന സമയത്ത് പുസ്തകത്തിൽ ഇതിലെ വരികളിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഹം ഫായിയോങ്കെ ബീച്ച്, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പുൽ ബനി ഥി മാം, അമ്മ ഒരു പാലം ഉണ്ടാക്കിയിരിക്കുന്നു. ജിസ്മേ മായേ ഥിൻ, ആ പാലം വന്ന നാൾ മുതൽ ദൗത്തി രഹ്തി ഥി ബേധടക്, ആ പാലത്തിലൂടെ എന്ത് ചെയ്യുകയാണ്? ഈ മക്കൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബേധടക്, ഒരു തടസ്സവും കൂടാതെ. ബിനാ കിസി ഹരിലാൽ ബത്തിക്ക്, അതുപോലെ തന്നെ അവിടെ ഇവരെ തടസ്സപ്പെടുത്തുവാൻ, ഇവരുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്തുവാൻ എന്തുമില്ല? ഹരിലാൽ ബത്തി, ചുവപ്പും പച്ചയും വെളിച്ചമൊന്നുമില്ല. ഹം ലോഗോങ്കി ചുക് ചുക് ചക് ചക്, ഇവിടെ ചുക് ചുക് ചക് ചക് എന്ന ശബ്ദം കൊണ്ട് തന്നെ ഉദ്ദേശിച്ചത് അവിടുത്തെ മക്കളുടെ നിലയ്ക്കാതെയുള്ള ഓട്ടമാണ്, അല്ലെങ്കിൽ അവരുടെ ആ സൗഹാർദ്ദപരമായ ബന്ധത്തെയാണ്, അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ശബ്ദത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആ ട്രെയിനിന് എങ്ങനെയുള്ള ശബ്ദമല്ല, നിലയ്ക്കുന്ന ശബ്ദമല്ല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ശബ്ദമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അടുത്ത സ്റ്റാൻസ് നോക്കുക. പിതാക്കെ ബാത്ത് ഹം ഫായിയോങ്കെ ബീച്ച് പുൽ ബനി മാം. പിതാക്കെ ബാത്ത്, അച്ഛൻ്റെ മരണശേഷം, ഹം ഫായിയോങ്കെ ബീച്ച് പുൽ ബനി മാം, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ അമ്മ ഒരു പാലമുണ്ടാക്കി. അചാനക് നഹീൻ ടൂട്ടി, ആ പാലമെന്ന് പറയുന്നത് അചാനക് നഹീൻ ടൂട്ടി, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതല്ല. ധീരെ ധീരെ ടൂട്ടി രഹി, പക്ഷേ ആ പാലം എന്തു ചെയ്തുകൊണ്ടേയിരുന്നു? ധീരെ ധീരെ, പതുക്കെ പതുക്കെ പൊട്ടിക്കൊണ്ടേയിരുന്നു. ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ കി, അപ്പോൾ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ സഹോദരന്മാർ ദേഖ്തേ രഹേ, നോക്കിക്കൊണ്ടിരുന്നു. ഓർ മാൻതേ രഹേ കി, അവർ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ബൂഠാ രഹി ഹേ മാം, അമ്മ എന്ത് ചെയ്യുകയാണ്? ബൂഠാ രഹി ഹേ, വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവോ? വരികളുടെ അർത്ഥം ഒന്നുകൂടി നോക്കുക. പിതാക്കെ ബാത്ത്, അച്ഛന്
ശേഷം അല്ലെങ്കിൽ അച്ഛൻ്റെ മരണശേഷം ഹം ഭായിയോങ്കെ ബീച്ച് ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ പുൽബനി മാം അമ്മ ഒരു പാലമുണ്ടാക്കി. അചാനക് നഹീൻ ഹുട്ടീം ആ പാലം എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് തകർന്നു പോകുന്നതല്ല. ധീരെ ധീരെ ടൂട്ടി രഹി പതുക്കെ പതുക്കെ ആ പാലം തകർന്നുകൊണ്ടേയിരുന്നു. ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ കി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു, ആ കുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. ബൂട്ടാ രഹി ഹേ മാം അമ്മ എന്ത് ചെയ്യുകയാണ്, വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റാൻസയിലെ ഭാവാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഈ കുട്ടികളുടെ അച്ഛൻ്റെ മരണശേഷമാണ് എന്ത് ചെയ്യുന്നത്, അമ്മ ഇവർക്കിടയിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും അതിനെ വ്യാഖ്യാനിക്കാം, ആ അച്ഛൻ്റെ മരണശേഷം ഈ ഒരുമിച്ച് നിന്ന കുട്ടികൾ ചിലപ്പോൾ അകലാൻ തുടങ്ങിയിരിക്കാം. അപ്പോൾ അവരെ ഒരുമിപ്പിച്ച് നിർത്തുവാനായിട്ട് അമ്മ ആ കുട്ടികൾക്കിടയിൽ ഒരു പാലമായിട്ട് മാറുകയായിരുന്നു. അപ്പോൾ ആ പാലത്തിൻ്റെ അവസ്ഥയെപ്പറ്റി പറയുകയാണ്. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പാലമല്ല, കാരണം അമ്മ എന്ന് പറയുന്നത് അത്രയും ദൃഢമായിട്ടുള്ള ഒരു പാലമാണ് അല്ലെങ്കിൽ ഒരു ബന്ധമാണ്. പക്ഷേ ധീരെ ധീരെ ടൂട്ടി രഹി പക്ഷേ ആ പാലത്തിൻ്റെ ശക്തി പയ്യെ പയ്യെ എന്താണ്, ബലം കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേക്ക് അപ്പോൾ ഈ കുട്ടികൾ അവയെ നോക്കുകയും ആ പാലത്തിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർ മനസ്സിലാക്കുകയും ചെയ്തു. ബൂട്ടാ രഹി ഹേ മാം എങ്ങനെയാണ് ആ പാലത്തിൻ്റെ ശക്തി കുറഞ്ഞു വന്നത്? ബൂട്ടാ രഹി ഹേ മാം അമ്മ പ്രായമേറി വരികയാണ്, അല്ലെങ്കിൽ അമ്മ വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത നോക്കുക. മാം കെ ബാർ ബാർ കഹനേക്കോ ഹം മാൻകർ ചൽത്തേ രഹേ അപ്പോൾ ആ അമ്മ എന്ത് ചെയ്യുന്നത്, ബാർ ബാർ കഹനേക്കോ വീണ്ടും വീണ്ടും പറയുന്നതിനെ ഹം മാൻകർ ചൽത്തേ രഹേ ഈ കുട്ടികൾ എന്ത് ചെയ്തിരുന്നു, അനുസരിച്ചു പോന്നു. ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത്ത് ഓർ അപ്പനെ ഹർ ആവാസ് മേം ധീരെ ധീരെ ടൂട്ടി രഹി മാം. ഉസ്കെ ബൂട്ടെ ഹോനെ കി ആദത്ത് അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശീലം, ഓർ അപ്പനി ഹർ ആവാസ് മേം കൂടാതെ അമ്മയുടെ ഓരോ വാക്കിലും ധീരെ ധീരെ ടൂട്ടി രഹി മാം പതുക്കെ പതുക്കെ അമ്മയുടെ ആ ശക്തി ക്ഷയിച്ചു കൊണ്ടേയിരുന്നു. അവിടുത്തെ ഭാവാർത്ഥം എന്ന് പറയുന്നത്, അമ്മയ്ക്ക് വയസ്സാകും തോറും ഈ കുട്ടികൾ വീണ്ടും എന്ത് ചെയ്യുവാനായിട്ട് തുടങ്ങി, ഒരുപാട് തവണ അമ്മ പറഞ്ഞാൽ മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അമ്മ ഇങ്ങനെ വയസ്സായിക്കൊണ്ടിരിക്കും തോറും അമ്മയുടെ ആ പറയുന്ന വാക്കുകൾക്കും ശക്തി കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ ഈ കുട്ടികൾ അതൊക്കെ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതൊന്നും അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്തു. അടുത്ത് നോക്കുക. ഹാത്തോം ഹാത്ത് രഹത്തി മാം ഏക് ദിൻ ഹമാരേ കന്തോമേം ആ ഗൈ. ഹാത്തോം ഹാത്ത് രഹത്തി മാം കൈകളിൽ കൈ ചേർത്ത് നടത്തിയിരുന്ന അമ്മ ഏക് ദിൻ ഹമാരേ കന്തോമേം ആ ഗൈ ഒരു ദിവസം നമ്മുടെ തോളിലേക്ക് വന്നു. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം പതുക്കെ പതുക്കെ നമ്മൾ അത് അനുഭവിക്കുവാനായിട്ട് തുടങ്ങി. അപ്പനെ വൃഷഭ് കന്തോമേം നമ്മുടെ ബലമുള്ള തോളുകളിൽ മാം കാ ഭാരി ഹോന അമ്മയുടെ ആ ഭാരം അനുഭവപ്പെടുവാനായിട്ട് നമുക്ക് തുടങ്ങി. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഹാത്തോം ഹാത്ത് രഹത്തി മാം, അതായത് കുട്ടിക്കാലത്ത് ഈ കുട്ടികളെ കൈപിടിച്ച് നടത്തിയിരുന്ന ആളാണ് അമ്മ എന്ന് പറയുന്നത്. പക്ഷേ അമ്മ വയസ്സായി കഴിഞ്ഞപ്പോൾ, അമ്മ വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ അമ്മയുടെ കാര്യം ആർക്ക് നോക്കേണ്ടതായിട്ട് വന്നു? ഈ കുട്ടികൾക്ക് നോക്കേണ്ടതായിട്ട് വന്നു. അതാണ് അവിടെ കവി പറഞ്ഞത്, ഏക് ദിൻ ഹമാരേ കന്തോമേമാകയി, അമ്മയുടെ കാര്യങ്ങൾ നോക്കേണ്ട ചുമതല ഇവർക്കായി, ഇവരുടെ തോളിലേക്ക് അമ്മ വന്ന് വീണു എന്നാണ് പറഞ്ഞത്. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗേ ഹം, അപ്പോൾ പതുക്കെ പതുക്കെ ഈ കുട്ടികൾ അത് അനുഭവിക്കുവാനായിട്ട് തുടങ്ങി. അമ്മ അവർക്കൊരു ഭാരമായിട്ട് മാറുവാനായിട്ട് തുടങ്ങി. അവരുടെ ആ ബലമുള്ള തോൾ, അല്ലെങ്കിൽ അധ്വാനിക്കുവാനും അമ്മയെ പോറ്റുവാനും ഒക്കെ ബലമുള്ള തോളും എന്ത് ചെയ്തു, മാം കാ ഭാരി ഹോന, അമ്മ ഒരു അധിക ഭാരമാണ് എന്ന് ആ കുട്ടികൾക്ക് തോന്നുവാനായിട്ട് തുടങ്ങി. ജബ് തക് ജീവിത് രഹി മാം, ഇനി കവി പറയുകയാണ്, നരേന്ദ്ര പുണ്ടരീക് പറയുകയാണ്, ജബ് തക് ജീവിത് രഹി മാം, എത്ര നാൾ അമ്മ ജീവിച്ചിരുന്നുവോ, ഹം ബദൽത്തേ രഹേ അപ്പനെ കന്തേ, ഈ കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, അവരുടെ തോളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരുന്നു. മാം ആഖിർ മാം ഹി തോ ഹേ, അമ്മ അവസാന നാൾ വരെയും അമ്മ തന്നെയാണ്. ബാർ ബാർ ഹമേ കന്തേ ബദൽത്തേ ദേഖ്, മാറി മാറി ഈ കുട്ടികൾ അവരുടെ തോളുകൾ മാറി മാറി അമ്മയെ നോക്കിയെങ്കിലും ഹമാരെ കന്തോം സേ ഉദർ ഗയി മാം, നമ്മുടെ തോളും ഉപേക്ഷിച്ച് അമ്മ പോകുകയാണ്. ഓർ മാം കെ കന്തോം സേ ഉദർത്തേ ഹി,
അമ്മ നമ്മുടെ തോളിൽ നിന്ന് പോകുമ്പോഴേക്കും ഉദർഗയെ ഹമാരെ കന്തേ, നമ്മുടെ തോളും എന്താണ് ബലമില്ലാതായി പോയി, അല്ലെങ്കിൽ നമ്മുടെ തോളും ഉതിർന്നു വീഴുകയാണ് ഉണ്ടായത് എന്നാണ് അവിടെ പറഞ്ഞത്. അതായത് എന്താണ് അവിടുത്തെ ഭാവാർത്ഥം? ജബ് തക് ജീവിത രഹീമ, അമ്മ ജീവിച്ചിരുന്ന നാൾ വരെ ഹം ബദൽത്തെ രഹേ അപ്പനെ കണ്ട്, ഈ കുട്ടികൾ എന്ത് ചെയ്തു, അവരുടെ ഈ അമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭാരമായിട്ട് കണക്കാക്കി അവർ 10 ദിവസം നീ നോക്കിക്കോ, 10 ദിവസം നീ നോക്കിക്കോ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുവാനൊക്കെ തുടങ്ങി. മാം ആഖിർ മാം ഹി തോഹെ, അപ്പോഴും കവി പറയുകയാണ് അമ്മ അവസാനം വരെയും അമ്മ തന്നെയാണ് അല്ലേ. മക്കൾക്കൊരു ഭാരമായി മാറിയപ്പോൾ അമ്മ എന്ത് ചെയ്യുകയാണ്, ഹമാരെ കന്തോസെ ഉദർ ഗയീമ, നമ്മുടെ തോളിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോവുകയാണ്. അതായത് അമ്മ മക്കളെ തമ്മിൽ വീണ്ടും അകലങ്ങളിലേക്ക് എത്തിക്കണ്ട എന്ന് കരുതി, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതി അമ്മ ചിലപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കാം, അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, അല്ലെങ്കിൽ മരിക്കുകയാണ് അമ്മ അവിടെ. അപ്പോൾ മാം കെ കന്തോസെ ഉദർത്തേ, പക്ഷേ അമ്മ ഇവരെ ഉപേക്ഷിച്ചപ്പോൾ, അല്ലെങ്കിൽ അമ്മ ഇവരിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്കും ഉദർഗയെ ഹമാരെ കന്തേ, ഈ കുട്ടികളുടെ കന്തേ തോളുകളും എങ്ങനെയായി എന്ന് പറയുകയാണ്, ബലമില്ലാത്തതായി മാറുകയാണ്. അതായത് അമ്മ ഉള്ള നാൾ വരെയാണ് കുട്ടികൾക്ക് ബലം, അമ്മ ഇല്ലാതായപ്പോൾ ഇവർ അത്രയും നാൾ ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന ആ ബലം അമ്മ ഇല്ലാതായ നാൾ മുതൽ ഇവർക്ക് നഷ്ടമാകുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒന്നുകൂടെ നോക്കുക വരികളുടെ അർത്ഥം. ജബ് തക് ജീവിത രഹീമാം, എത്ര നാൾ അമ്മ ജീവിച്ചിരുന്നുവോ, ഹം ബദൽത്തെ രഹേ അപ്പനെ കന്തേ, ഈ കുട്ടികൾ അവരുടെ തോളുകൾ മാറി മാറി അമ്മയെ സഹിച്ചു കൊണ്ടിരുന്നു. മാം ആഖിർ മാം ഹി തോ ഹേ, അമ്മ അവസാനം വരെയും അമ്മ തന്നെയാണ്. ബാർ ബാർ ഹമേം കന്തേ ബദൽത്തെ ദേഖ്, അപ്പോൾ നമ്മൾ മാറി മാറി നമ്മുടെ തോളുകൾ മാറി മാറി അമ്മയെ പരിപാലിച്ചു. ഹമാരെ കന്തോൻസെ ഉദർ ഗയിമാം, എന്നിട്ട് അമ്മ നമ്മുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഓർ മാം കെ കന്തോൻസെ ഉദർത്തേഹി, അമ്മ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴേക്കും ഉദർഗയെ ഹമാരെ കന്തേ, നമ്മുടെ തോളുകളും ഉതിർന്നു വീണു പോയി, അല്ലെങ്കിൽ നമ്മുടെ തോളുകളും ബലമില്ലാത്തതായി മാറി.